ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘത്തിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടു എന്ന് താൻ മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ ദൈവത്തിൻ്റെ വരുവാൻ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മൾക്ക് തരുന്ന ആലോചനകളിൽ അവസാനം വരെ സഹിച്ചു നിൽക്കാനുള്ള കൃപ നൽകണം. പള്ളികളിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പല കാര്യങ്ങളിൽ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കും, ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിർത്തും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവികമായ കൃപയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം നടത്തിയ വഴികൾ എത്രയോ ഉന്നതമാണ്. ഏതവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളോടൊപ്പം ഉണ്ടാകും. സഹിച്ചു നിൽക്കാൻ സാധിക്കണം. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ രാജിവെച്ച് ഓടുന്നതല്ല, ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറയുന്നതല്ല. അതിനെ നമ്മൾ കേൾപ്പിച്ചിരിക്കുന്ന ദൗത്യമാണെങ്കിൽ ആ ദൗത്യം ചെയ്ത് തീർക്കുന്നത് വരെ ആരെന്ത് കമൻറ്റ് പറയുന്നു എന്നുള്ളതല്ല. അത് നമ്മളെക്കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു ദൗത്യമാണെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള കെൽപ്പും ശക്തിയും ദൈവമാണ് തരുന്നത്, മനുഷ്യനല്ല. ഈ പറയുന്ന മനുഷ്യർ നെഗറ്റീവ് വാക്കുകളാൽ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് നമ്മളെ മാനസികമായി പ്രയാസപ്പെടുത്താൻ സാധിക്കും, തളർത്താൻ സാധിക്കും. എന്നാൽ നമ്മൾ അവസാനം വരെ നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെടും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ കൃപയും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനാകുന്ന അടിയനെ കുടുംബത്തെ ഈ നാൾ വരെയും നിലനിർത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ നിൽക്കുവാൻ തുടർകാലങ്ങളിലും കൃപ തരണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.